ആൽഫിച്ചന് സന്തോഷമാണോ സെലിനെ? രാത്രി ആഹാരമൊക്കെ കഴിച്ച് തേയിലയ്ക്ക് തറവാടിന്റെ ഹാളിൽ എല്ലാവരും ഒത്തുകൂടിയ നേരം വിമല ചോദിച്ചു. അവന് സന്തോഷം തന്നെയാണ് അമ്മച്ചി. അവൻ ആഗ്രഹിച്ച പെണ്ണിനെ അവന് കിട്ടിയില്ലേ, പിന്നെന്താ പ്രശ്നം? സെലിനൊരു ചിരിയോടെ പറഞ്ഞു. പിന്നെ ആഗ്രഹിച്ച പെണ്ണ് ആരാന്റെ എച്ചിലല്ലേ ആ പെണ്ണ്, അതും വയറ്റിൽ ഒരു കുഞ്ഞും. ഡിവോഴ്സ് കഴിയാൻ കാത്തിരുന്ന പോലെ വീണ്ടും കെട്ടിക്കേറി വരാനും ഒരു ധൈര്യം വേണം. പ്രസവിക്കും വരെയെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടായിരുന്നോ? ഇവളെയൊക്കെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ്. ഒറ്റവാക്കി കിട്ടിയ അവസരം പാഴാക്കാതെ നിർമ്മല പറഞ്ഞു. ആൽഫിയുടെ പപ്പ അലക്സിന്റെ രണ്ടാം ഭാര്യ. അതെന്താ ചേട്ടത്തി അങ്ങനെ പറഞ്ഞത്? ആനിച്ചേട്ടത്തി മരിച്ച് 3 മാസമാകും മുമ്പ് നിങ്ങൾ എൻ്റെ ചേട്ടായി കെട്ടി ഇങ്ങ് വന്നില്ലേ? അതും പോട്ടെ, ആൽഫിക്ക് വയസ്സൊന്നായപ്പോഴേക്കും നിങ്ങൾ അലനെയും അമനെയും. അലനും അമനും ആൽഫിയുടെ ഇരട്ട സഹോദരങ്ങളാണ്. പ്രസവിച്ചില്ലേ? അപ്പോൾ പിന്നെ അലിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അതേ പരിഹാസത്തോടെ സെലിൻ തിരിച്ചു പറഞ്ഞു. അത് കൊള്ളാം, എന്നെ കണ്ടവന്റെ കുഞ്ഞുമായി ഈ തറവാട്ടിൽ കയറി വന്നവളെയും ഒരുപോലെയാണോ നിങ്ങൾ കാണുന്നത്? മമ്മിക്ക് ഇതിപ്പോ എന്തിന്റെ കേടാണ്? ചേട്ടായി ആൾക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിനെ കെട്ടി. അതിന് മമ്മി അഭിപ്രായം പറയാൻ പോകണ്ട. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. അലൻ ദേഷ്യത്തിൽ നിർമ്മലയെ നോക്കി. പ്രത്യക്ഷത്തിൽ ആൽഫിയുടെ വലിയ അടുപ്പമൊന്നും കാണിച്ചില്ലെങ്കിലും അമനും അലനും സഹോദരനോട് സ്നേഹമുണ്ടെന്ന് സെലിന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മനസ്സിൽ പൂഴ്ത്തിവെക്കുന്ന സ്നേഹത്തിന് എന്ത് വിലയാണുള്ളത്? അവന്റെ മനസ്സ് കൈവിട്ട സമയത്ത് പോലും ആരും ഒന്ന് കൂടെ നിന്നിട്ടില്ല. എന്നിട്ടിപ്പോൾ അവനെ കുറ്റം പറയാൻ നടക്കുന്നു. സെലിൻ പുച്ഛത്തോടെ ഓർത്തുപോയി. ഓ, അല്ലെങ്കിലും അവനെ പറഞ്ഞാൽ നിങ്ങൾ അപ്പനും മക്കൾക്കും പൊള്ളുമല്ലോ. നിർമ്മല മുഖം തിരിച്ചിരുന്നുകൊണ്ട് പറഞ്ഞു. മമ്മി ചേട്ടായിപ്പറ്റി ഒന്നും പറയണ്ട. അവനും കൂടെ പറഞ്ഞതോടെ നിർമ്മലയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. ഒരു വിവാഹം കഴിഞ്ഞതാണെങ്കിലും ആ കുട്ടിയെ കണ്ടാൽ തോന്നില്ല. കാണാനും സുന്ദരി, അതുപോലെ വയറും വലുതായിട്ട് അറിയില്ലായിരുന്നു. അലന്റെ ഭാര്യ റിയയാണ് പറഞ്ഞത്. 19-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞതല്ലേ റിയ? ഇപ്പോൾ 21 പോലും തികഞ്ഞിട്ടില്ല. അപ്പോൾ കണ്ടാലും അതല്ലേ തോന്നുള്ളൂ. കഴിഞ്ഞ 2-3 ആഴ്ചയായി തൻ്റെ വാലായി കൂടെ നടക്കുന്ന പെണ്ണിനെ ഓർത്തൊരു ചിരിയോടെ സെലിം പറഞ്ഞു. കാണാനും സുന്ദരിയാണ്, പക്ഷെ ആ കുഞ്ഞ് അതില്ലായിരുന്നെങ്കിൽ നന്നായേനെ. വിമലെ എല്ലാം കേട്ട് മിണ്ടാതിരുന്ന് ഫ്രാൻസിസ് വിളിച്ചു. അല്ല, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ വന്നുപോയതാണ്. കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞത് അയാൾക്ക് ഇഷ്ടമായില്ല എന്ന് മനസ്സിലായ വിമലമ്മ മെല്ലെ പറഞ്ഞു. അമ്മച്ചി, ആ കുഞ്ഞു ജീവൻ അവളുടെ വയറ്റിലുള്ളത് കൊണ്ടാണ് ആൽഫി ഇത്രയും വേഗത്തിൽ അവളെ കൂടെ കൂട്ടിയത്. മനസ്സുകൊണ്ട് അവൻ ആ കുഞ്ഞിൻ്റെ അപ്പനാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള വർത്താനം അവൻ കേൾക്കെ പറയരുത്. സെലിം മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. വിമല അതിന് മറുപടിയൊന്നും മിണ്ടിയില്ല. സെലിൻ അത് പ്രതീക്ഷിച്ചതുമില്ല. ഇമ, ആൽഫി അടുത്തു വന്നിരുന്ന് തട്ടി വിളിച്ചപ്പോഴാണ് എന്തൊക്കെയോ ചിന്തയിലിരുന്ന പെണ്ണ് ഞെട്ടിത്തിരിഞ്ഞവനെ നോക്കിയത്. എൻ്റെ കൊച്ചെ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ കൊച്ചേ ഉള്ളൂ. ഇതിപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഞെട്ടി ഞെട്ടി എൻ്റെ കുഞ്ഞുമണിയെ കൂടി നീ പേടിപ്പിക്കുമല്ലോ. അല്ലിയുടെ കൈ പിടിച്ച് അത് ചുണ്ടു ചേർത്തുകൊണ്ട് ആൽഫി പറഞ്ഞു. അത് പെട്ടെന്ന് ആൽഫിച്ചൻ വിളിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. ചമ്മിയ ചിരിയോടെ അല്ലി മെല്ലെ പറഞ്ഞു. നമുക്കൊന്ന് നടന്നാലോ? ആൻറ്റിയുടെ കൃഷിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. വാസുചേട്ടനെല്ലാം നന്നായി നോക്കും. എങ്കിലും നമുക്കും കൂടെ പോയെന്ന് നോക്കാം. ആൻറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലിയുടെ കൈവിരലുകളിൽ തലോടിക്കൊണ്ട് ആൽഫി പറഞ്ഞു. അതിന് അവൾ മൃദുവായി ഒന്ന് മൂളിയിട്ട് മെല്ലെ എഴുന്നേറ്റു. വാ. ആൽഫി കൈനീട്ടി അവളുടെ കയ്യിൽ കൈകോർത്തു. എനിക്കൊപ്പം എൻ്റെ ഇമക്കൊച്ച് ഹാപ്പിയാണോ? അവളുടെ കൈകോർത്ത് പിടിച്ച് കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആൽഫി ആർദ്രമായി ചോദിച്ചു. ആൽഫിച്ചൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇത്രയേറെ കരുതലോടെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന ആൾക്കൊപ്പം ഞാൻ ഹാപ്പി അല്ലാതെ ഇരിക്കൂ? യാതൊരു മടിയും കൂടാതെ അല്ലി അവനോട് പറഞ്ഞു. നിന്റെ മാത്രം കുഞ്ഞല്ല ഇമ ഇത്, നമ്മുടെ. അങ്ങനെ വേണം എവിടെയും പറയാൻ. ജന്മം കൊണ്ട് അല്ലെങ്കിലും കർമ്മം കൊണ്ട് ഞാനാണ് ഇതിൻ്റെ അപ്പൻ. അതങ്ങനെ നിന്റെ മനസ്സിൽ പോലും ഉണ്ടാകാൻ പാടുള്ളൂ. അവളെ ചേർത്ത് പിടിച്ച് ആ വയറിൽ മെല്ലെ ഒന്ന് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. ആ വാക്കുകളിൽ നിറഞ്ഞു നിന്ന ആത്മാർത്ഥ്യ സ്നേഹവും കരുതലും അറിയവേ അലിയിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നുപോയി. ഈമ, എന്താടി കുഞ്ഞ്? അവളെ പൊതിഞ്ഞു പിടിച്ച് ചോദിച്ചു ആൽഫി. എന്തിനാ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? ഇതിനൊക്കെ അർഹതയുണ്ട് ആൽഫിച്ച എനിക്ക്. എൻ്റെ ഇമക്കൊച്ചിനല്ലാതെ മറ്റാർക്കാടി യോഗ്യത? എൻ്റെ പ്രണയം, പ്രാണൻ, ജീവശ്വാസമൊക്കെ നീയാണ് ഈമ. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ കർത്താവായിട്ട് എനിക്ക് വെച്ചു നീട്ടിയതാണ് നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും. ഇനിയൊരിക്കലും ഒന്നിനു വേണ്ടിയും നിന്റെ ഇച്ഛ അത് നഷ്ടപ്പെടുത്തില്ല. ഒരിക്കലും യോഗ്യതയില്ലെന്നോ അർഹതയില്ലെന്നോ ചിന്തിക്കല്ലേ കൊച്ചേ. അങ്ങനൊരു ചിന്ത പോലും നിനക്ക് വരുന്നത് ഞാൻ സഹിക്കില്ല. നിനക്ക് ആ ചിന്ത വരുന്നിടത്ത് ഞാൻ തോറ്റുപോകും. അവളെ പുണർന്ന് ആ നെറുകയിൽ മുഖം ചേർത്ത് വെച്ച് പറയുമ്പോൾ
അവൻ്റെ കണ്ണുകളും ഒഴുകിത്തുടങ്ങി. ഇല്ല, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. ആൽഫിച്ചൻ്റെ ആണ് ഞങ്ങൾ രണ്ടും, ആൽഫിച്ചൻ്റെ മാത്രം. വിറയാർന്ന ശബ്ദത്തിൽ പറയുമ്പോൾ ആദ്യമായി അല്ലിയുടെ കൈകൾ അവനെയും പുണർന്നു. അവൻ്റെ ഹൃദയം ഒന്ന് കുതിച്ചുതുള്ളി. ഇമ, എന്താ അളിയ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? അതും ഡാലിയയ്ക്കൊപ്പം തന്നെ വരണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവൾക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, ആകെ ക്ഷീണമാണ്. ഡാലിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിനു പറഞ്ഞു. വിനുവിൻ്റെ സംസാരവും ഡാലിയയോടുള്ള അടുപ്പവും കരുതലും ഒക്കെ ഒരു നിമിഷം നോക്കിക്കാണുകയായിരുന്നു. ആ പറയാം. അതിനു മുമ്പ് ഇനി എന്നെ അളിയനെന്ന് വിളിക്കേണ്ട വിനോദേ. നമ്മൾ തമ്മിൽ ഇപ്പോൾ അങ്ങനെയൊരു ബന്ധമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. മനസ്സിൽ നിറഞ്ഞു വന്ന സംശയങ്ങളും ആലിയുടെ കണ്ണുനീര് നിറഞ്ഞ മുഖവും ഒക്കെ ഉള്ളിൽ കുഴികുത്തി മൂടിക്കൊണ്ട് ദീപു പറഞ്ഞു. ദീപു പറഞ്ഞത് കേട്ടുള്ള വിനോദിന്റെ നിൽപ്പ് കാണി ഡാലിയ ഉള്ളിൽ നിറഞ്ഞ സന്തോഷം അടക്കിപ്പിടിച്ചു നിന്നു. അത് അളിയ. വിനോദിന് അവന്റെ പാവം കാണി വല്ലായ്മ തോന്നി. ഏയ് ദീപു, അങ്ങനെ മതി. ആ നിത്യേ, ദാ ഇതങ്ങ് കൊടുത്തേക്ക്. നിന്റെ കയ്യിൽ ആരാണോ ഇത് തന്നത്, എന്തു പറഞ്ഞാണോ തന്നത്, അത് നടന്നില്ല എന്ന് എടുത്തു പറഞ്ഞു തന്നെ കൊടുത്തേക്ക്. ആദ്യം വിനോദിനോടും പിന്നെ പോക്കറ്റ് സൂക്ഷിച്ച പൊതിയൊഴിച്ച് ആ പണം നിത്യയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അവളോടുമായിട്ട് പറഞ്ഞു. എന്താ എന്താ ദീപു ഇത്? നിത്യ ഡാലിയുടെ അടുത്തേക്ക് ചെന്ന് പണം അവൾക്കു നേരെ നീട്ടുന്നത് കണ്ട് വിനോദ് പരിഭ്രാന്തിയോടെ തിരക്കി. നിങ്ങൾ രണ്ടിൽ ആരെങ്കിലും പറയുന്നോ ഞാൻ പറയണോ? വിനുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ദീപു നിത്യയോടും ഡാലിയോടുമായിട്ട് തിരക്കി. ദീപുവിൻ്റെ ആ ചോദ്യത്തിൽ വെട്ടിലായതുപോലെ ഡാലിയ നിത്യയെ നോക്കി. ഒന്നും പറയില്ലേ എന്ന് കണ്ണു കാണിച്ചു. എന്നാൽ നിത്യയാവട്ടെ ഈ കെണിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന പോലെ ആ പണം ഡാലിയയ്ക്ക് നേരെ നീട്ടിപ്പിടിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് അല്ലിയെ ഉപദ്രവിക്കാനോ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താനോ ഒന്നും കഴിഞ്ഞില്ല. അതിനുവേണ്ടി നിങ്ങൾ തന്ന കാശാണിത്. ഇതങ്ങ് വാങ്ങിക്കോ. ഇനി ഒരിക്കലും ഇതുപോലെ ഒരു ആവശ്യമായി എന്നെ അന്വേഷിച്ച് വരരുത്. നിത്യ കാശ് നീട്ടിക്കൊണ്ട് പറഞ്ഞതും ഡാലിയ തളർച്ചയോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ഡാലിയ, നീ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അല്ലി, അവളൊരു പരാതി പറഞ്ഞിട്ടില്ല, ഒരു പ്രശ്നത്തിനും വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ? ഡാലിയയും അവളുടെ കയ്യിലിരിക്കുന്ന കാശും മാറി മാറി നോക്കിക്കൊണ്ട് പകപ്പോടെ വിനോദ് ചോദിച്ചു. വിനോദേ, നിന്റെ ജീവിതത്തിൽ നിന്ന് അല്ലി ഇറങ്ങി വന്നപ്പോൾ അവളെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഞാൻ വേദനിപ്പിച്ചത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവളുടെ സംശയമാവാനേ തരമുള്ളൂ എന്ന് കരുതിയാണ്. പക്ഷെ അതങ്ങനെയല്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ അനിയത്തിയെ ചേർത്ത് പിടിച്ചില്ല. കാരണം അവളെ എൻ്റെ അമ്മ പ്രസവിച്ചതല്ല എന്നതാണ്. വിവാഹത്തിന് മുമ്പ് അമ്മ നിന്നെ അറിയിച്ച ആ രഹസ്യം നീ തന്നെ ഡാലിയോട് പറഞ്ഞ് അവൾ നിത്യയോടും അതുവഴി ഞാനും അറിഞ്ഞതുകൊണ്ടാണ് അല്ലിയെ ഞാൻ ഒറ്റപ്പെടുത്തിയത്. എൻ്റെ ആരുമല്ലാത്ത അല്ലിയെ ഞാനെന്തിന് സ്നേഹിക്കണം? കരുതലോടെ ചേർത്ത് നിർത്തണം. എൻ്റെ അമ്മയും ഞങ്ങൾക്കുള്ളതുമൊക്കെ എന്തിന് അവൾക്ക് കൂടെ പങ്കുവെക്കണം? ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്തകൾ. അല്ലാതെ ഒരിക്കലും അവളെ ദ്രോഹിക്കണമെന്നോ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു അവളൊരു ഭ്രാന്തിയായി നാടും വീടും വിട്ട് ദൂരെ പോകണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ അമ്മ പറയും പോലെ എനിക്ക് സ്വാർത്ഥത കുറച്ച് കൂടുതൽ തന്നെയാണ്. അതുകൊണ്ടാവും അല്ലി എൻ്റെ ആരുമല്ലെന്ന് വന്നപ്പോൾ എനിക്ക് അവളോട് മാനസികമായി അകൽച്ച വന്നതും. ദീപു, ഡാലി ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, വിനോദ് വല്ലായ്മയോടെ പറഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞത് അതെന്തോ ആവട്ടെ. ഇനി നീയോ ഇവളോ അല്ലിയുടെ പിന്നാലെ പോവരുത്. അവൾ ജീവിച്ചോട്ടെ. അവളെ വേണമെന്ന് ഉള്ളവർക്കൊപ്പം ഒരു സഹോദരനായി 19 വർഷം കൂടെ ഉണ്ടായിട്ടും അവളിലെ നന്മയൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. ഇരുകൈയും പിടിച്ചുകെട്ടി നിന്ന് പറയുമ്പോൾ ദീപുവിൻ്റെ കണ്ണിൽ നനവൂറി വരുന്നത് ഒരു അസ്വസ്ഥതയോടെ വിനോദ് കണ്ടു. പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ അല്ലിയോട് ചെയ്തത് ഒന്നും തെറ്റല്ലെന്ന് തെളിയിക്കാനല്ല. ഈ പണം വാങ്ങി എൻ്റെ ഭാര്യ തന്നെ അവളെ ദ്രോഹിക്കാൻ കൂടെ നിന്നു എന്നറിഞ്ഞപ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ തോന്നിയില്ല. അല്ലി ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. പിന്നെ ഡാലിയോട് വിനോദ് പ്രഭാകറിൻ്റെ ജീവിതത്തിൽ നിന്ന് അല്ലിമ പോയിട്ടുണ്ടെങ്കിൽ അത് എന്നേക്കുമായി പോയത് തന്നെയാണ്. ആരുടെയും സ്വത്തോ പണമോ ഒന്നും പിടിച്ചു പറിക്കാൻ അല്ലി വരില്ല. അവൾ അല്ലിമയാണ്, അത് മറക്കരുത് രണ്ടാളും. വിനോദിനെയും ഡാലിയെയും രൂക്ഷമായി നോക്കി പറഞ്ഞിട്ട് വിനു ഭയന്നു മാറി നിൽക്കുന്ന നിത്യയ്ക്ക് നേരെ വന്നു. എന്താ, നീ വരുന്നില്ലേ? അതോ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? ദേഷ്യം നൊരിയുന്ന ശബ്ദം അടക്കി പിടിച്ച് ദീപു ചോദിച്ചു. വരുന്നു, ഞാൻ വരുന്നു ദീപു ഏട്ടാ. അവൻ്റെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖം കാണി പേടിയോടെ പറഞ്ഞിട്ട് അവൾ അവൻ്റെ പിന്നാലെ നടന്നു. അവർ ബൈക്കും എടുത്തു പോകുമ്പോൾ ഡാലിയോട് ഒന്നും മിണ്ടാതെ കാർ പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് നടന്നു വിനോദ്. എന്താ എൻ്റെ ഇമക്കൊച്ചിന് വൈകുന്നേരം മുതൽ ഒരു ഒളിച്ചുകളി? നിന്റെ ഇച്ഛ എത്ര നേരമായിട്ട് കൊച്ചെ നിന്നെ കാത്തിരിക്കുന്നു. വൈകിട്ട് അവന് പുണർന്നു നിന്ന് കരഞ്ഞതിന് ശേഷം അവന് മുഖം കൊടുക്കാതെ നടക്കുന്ന പെണ്ണിൻ്റെ രാത്രി മുറിയിൽ കിട്ടിയപ്പോഴാണ് ആൽഫി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞത്. അത് പിന്നെ ഉണ്ടല്ലോ ആൽഫിച്ച,
ഞാൻ അങ്ങനെ ആരുടെ മുന്നിലും കരയാറില്ല. ആകെ ഞാൻ എൻ്റെ സങ്കടങ്ങളിലൊക്കെ പറഞ്ഞതും കരഞ്ഞതുമൊക്കെ സെലിൻ ആൻറ്റിയുടെ മുന്നിലാണ്. ഇന്ന് ഇന്ന് ആൽഫിച്ചിനെ കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞില്ലേ? അതിൻ്റെ ഒരു ചമ്മൽ. മുഖം കുനിച്ചിരുന്ന് പെണ്ണ് മെല്ലെ പറയെ അവൻ്റെ ചുണ്ടുകൾക്കൊപ്പം കണ്ണും പുഞ്ചിരിച്ചു. ഇനി കണ്ണു നിറയുന്നത് നമ്മുടെ വാവ പുറത്തു വരുമ്പോൾ മതി. അല്ലാതെ ഈ കണ്ണുകൾ ഇനി നിറയണ്ട. ഇനി അഥവാ നിറഞ്ഞാലും എൻ്റെ മുന്നിൽ മാത്രം മതി. വാത്സല്യത്തോടെ അതിയായ പ്രണയത്തോടെ അവളുടെ നനവൂറിയ ആ മിഴികൾ ചുണ്ടു ചേർത്തുകൊണ്ട് ആൽഫി പറഞ്ഞു.